കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് നടന്ന മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി ശശി തരൂരിനെ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞു പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് തന്റെ പിണക്കം തുറന്നു പറഞ്ഞ വ്യക്തിയാണ് ശശി തരൂർ. അതിനുശേഷം അദ്ദേഹം ഇത്തരത്തിൽ വിദേശയാത്ര ചെയ്യുന്ന സമയത്ത് പിന്നീട് പുറത്തു വന്ന വാർത്തകൾ CPM-ലേക്ക് ശശി തരൂർ പോകുന്നതുമായി ബന്ധപ്പെട്ട് ചില കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനെ അദ്ദേഹം പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഒരു കൂടിക്കാഴ്ച മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മാധ്യമങ്ങൾ വാർത്ത കൊടുക്കണമെങ്കിൽ അതിനുള്ള കാരണം ശശി തരൂർ തന്നെ ഇട്ടുകൊടുത്തതല്ലേ? എപ്പോഴും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന നീക്കങ്ങൾ ശശി തരൂരിന് കോൺഗ്രസിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ളത് തുറന്നു പറയുന്നു എന്നതല്ലേ യാഥാർത്ഥ്യം? കേരളത്തിലെ മാധ്യമങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കോൺഗ്രസിനെതിരെ എന്ത് വാർത്തകൾ കൊടുത്താലും ഇപ്പോൾ ജനങ്ങൾ വിശ്വസിക്കാത്തൊരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ശശി തരൂരിനെ നമുക്കറിയാം, വിശ്വപൗരനാണ്, ഭയങ്കര ബുദ്ധിമാനാണ്, ഭയങ്കര എഴുത്തുകാരനാണ്, ചിന്തകനാണ്, അറിവാളിയാണ്. അറിവാളി എന്ന് വെച്ചാൽ തമിഴിൽ ഭയങ്കര ജ്ഞാനമുള്ള ആൾ എന്നാണ് അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ശശി തരൂർ CPM-ലേക്ക് പോകുന്നു എന്നൊരു വാർത്ത കൊടുത്താൽ എല്ലാവരും പുച്ഛിച്ചതാണ്. ഞാനും ആ വാർത്ത കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പുച്ഛം മാത്രമാണ്. കാരണം ഇത്രയും ചിന്താശേഷിയുള്ള ആ മനുഷ്യൻ എന്തിനാണ് ഈ മറ്റേ ഇപ്പം എങ്ങനെയാണ് ഉദാഹരണം പറയുക, ഇപ്പം തങ്കശ്ശേരിയിൽ ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ ഒരു നല്ല കൊട്ടാരം പണിഞ്ഞ് താമസിക്കുന്ന ഒരാൾ 2 ദിവസം കഴിയുമ്പോൾ തീരുമാനിക്കുകയാണ് ഈ കൊട്ടാരം എനിക്ക് വേണ്ട, താഴെ മറ്റേ കടലിൻ്റെ സൈഡിലെ മണൽപ്പരപ്പിൽ ഒരു വള്ളത്തിൻ്റെ ചെവിരിൽ പോയി കഴിഞ്ഞോളാം എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? പ്രത്യേകിച്ച് അറിവും ബോധവും വിവരവുമുള്ള ശശി തരൂർ ചെയ്യുമോ? ശശി തരൂരിന് അടുത്ത ഓപ്ഷൻ കോൺഗ്രസ് വിട്ടാൽ BJP എന്ന് പറയുന്നത് വലിയ ഓപ്ഷൻ നിൽക്കുകയാണ്. ഒരുപക്ഷെ കേന്ദ്രമന്ത്രിയാക്കും, ഇല്ലെങ്കിൽ കേന്ദ്രത്തിന് വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകും. അന്താരാഷ്ട്ര ബന്ധം ഉറപ്പിക്കാൻ ശശി തരൂരിനെ വേണ്ട രീതിയിൽ BJP ഉപയോഗിക്കും. അത്തരം സാഹചര്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ എന്തിനാണ് ശശി തരൂർ CPM-ലേക്ക് പോകുന്നതെന്നേ? ഇവിടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാതിരിക്കാൻ കോൺഗ്രസ് ആണ് അവരെ സഹായിച്ചിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ അടുത്ത തവണ അധികാരത്തിലെത്തില്ല, കാരണം ഒരു തരി പോലും മാഞ്ഞു പോയിരിക്കുന്നു. 28 സംസ്ഥാനങ്ങളിൽ കേരളത്തിലും അധികാരമില്ലാതിരിക്കുമ്പോൾ CPM അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 0-ലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ശശി തരൂരിനെ പോലൊരു മനുഷ്യൻ CPM-ലേക്ക് പോകുന്നതെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ ഈ നാട്ടിലെ ജനങ്ങൾ? പിന്നെ ശശി തരൂരിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർട്ടിയെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കുന്നതിന് പാർട്ടി നിലപാടുകൾക്കൊപ്പം ഒന്ന് സഞ്ചരിക്കാൻ ശശി തരൂരിന് സാധിക്കില്ല. ശശി തരൂരിൻ്റെതായ ചില ഐഡിയോളജികളും ചില കൺസെപ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ കാരണം അതിൻ്റെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് ശശി തരൂർ ഒരു കൃത്യമായ ഒരു പൊളിറ്റീഷ്യൻ അല്ല എന്നുള്ളതാണ്. ശശി തരൂർ മറ്റൊരു പ്രൊഫൈലിൽ നിന്ന് പൊളിറ്റിക്സിലേക്ക് കടന്നു വന്ന, കോൺഗ്രസ് കൈപിടിച്ചു കൊണ്ടുവന്ന നേതാവാണ് ശശി തരൂർ. അപ്പോൾ ചില പൊളിറ്റിക്കൽ ഐഡിയോളജികൾ, ചില പൊളിറ്റിക്കൽ തന്ത്രങ്ങൾ ഒന്നും ശശി തരൂരിന് അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാകില്ല. അപ്പോൾ ശശി തരൂർ നിലപാടുള്ള ആളായതുകൊണ്ട് അയാളുടെ നിലപാട് ഉറച്ചു നിൽക്കും. അപ്പോൾ പാർട്ടിയുടെ നിലപാടുമായി തെറ്റും. ഇതിനെ മാധ്യമങ്ങൾ ഊതികീർപ്പിക്കും, ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരണയുണ്ടാക്കി. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാപഞ്ചായത്ത് പരിപാടിയിൽ സ്വാഭാവികമായും ഈ പറയപ്പെടുന്ന 18 MP-മാർ, അതുപോലെ മറ്റുള്ള നേതാക്കന്മാർ, ഇവരൊക്കെ വന്നതാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പഴയ വിശ്വപൗരനൊന്നും ഇല്ല. എല്ലാ MP-മാർക്കും കിട്ടുന്ന പ്രിവിലേജ് അവിടെ കിട്ടുള്ളൂ. അവിടെ എന്തൊക്കെ കുത്തിത്തിരിപ്പുകൾ ഇവിടെ ഉണ്ടാക്കി. VD സതീശനെ വണ്ടി കയറ്റിയില്ല, K സുധാകരനെ മാറ്റിയിരുത്തി, രമേശ് ചെന്നിത്തലയെ സംസാരിക്കാൻ വിളിച്ച പിന്നീടാണ്. ഇവർക്കൊന്നും ഇല്ലാത്ത പരാതി എന്തോന്ന് ശശി തരൂരിന്? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഒരാളെ എടുത്ത് തലയെ വെച്ചുകൊണ്ട് നടക്കുന്നില്ല കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച്. ഇപ്പോൾ ശശി തരൂരിന് മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ചെറുപ്പകാലം മുതൽ KSU രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് യൂത്ത് കോൺഗ്രസിലെത്തി ജനങ്ങൾക്കിടയിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ താങ്ങായും തണലായും നിന്ന രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയം പഠിച്ചവരുണ്ട്, രാഷ്ട്രീയം വളർത്തിയവരുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഊടും പാവും നെയ്ത രാഷ്ട്രീയക്കാരായ ഒരുപാട് നേതാക്കന്മാർ അദ്ദേഹത്തിന് മുന്നേ സീനിയറായിട്ട് ഇവിടെ നിൽക്കുകയല്ലേ? അവരെ കണ്ടിട്ടല്ലേ ജനം വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ശശി തരൂരിനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമോ? ഇത് കേരളമാണ്. അവിടെയാണ്. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളല്ല പെട്ടെന്നൊരു ദിവസം ഒരാളെ പിടിച്ചങ്ങ് മുഖ്യമന്ത്രിയാക്കാൻ. അദ്ദേഹം MP ആയിരുന്നു, അവിടെ ഇരിക്കട്ടെ. അല്ല, ഇപ്പോൾ രാഹുൽ ഗാന്ധി അന്ന് നടന്ന ഒരു മഹാപഞ്ചായത്തിലുണ്ടായ ഒരു അതൃപ്തിയിൽ ഒരു നയത്തിലേക്ക് അല്ലെങ്കിൽ അനുനയത്തിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി ശശി തരൂരിനെ കാണാൻ പോകുന്നു, സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ കാണാൻ പോകത്തൊന്നുമില്ല. അങ്ങനൊന്നും കാണാനൊന്നും പോകത്തില്ല. രാഹുൽ ഗാന്ധിക്ക് ശശി തരൂരിനെ കാണാനുള്ള അനുവാദം കൊടുക്കും. രാഹുൽ ഗാന്ധി അവിടെ ചെല്ലുമ്പോൾ രാഹുൽ ഗാന്ധി കാണാൻ ചെല്ലുമ്പോൾ പുള്ളിക്ക് അനുവാദം ഇല്ല. അതുകൊണ്ട് പുള്ളി ഇപ്പോൾ പോലെ പുള്ളി പിണങ്ങിയിരിക്കുകയാണ്. പുള്ളിക്കില്ല കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ്. ചില ആളുകളെയൊക്കെ കണ്ടിട്ടില്ലേ? ഇപ്പോൾ അവരുടെ മനസ്സിൽ കുറേ കൺസെപ്റ്റുകളുണ്ട്. അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കണം. ഞാൻ ഇങ്ങനെയാണ്, ഞാനെന്തോ വലിയ സംഭവമാണ്, ഞാൻ പറയുന്ന പോലെ മറ്റുള്ളവർ കേൾക്കണം, ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടത്തണം. അത് തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നവർ അവരെ അംഗീകരിക്കാൻ പറ്റില്ല, ഞാനാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെയൊക്കെ അവസാനം പാർട്ടി പറയും സന്തോഷം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു പക്ഷേ ശശി തരൂർ. പക്ഷേ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ് അത് പറയില്ല. ഇറങ്ങി പോകുക എന്ന് പറഞ്ഞാലും പോകണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ശശി തരൂർ പാർട്ടിയിൽ തുടരുന്നത് എന്നുള്ളതാണ്. ശശി തരൂർ അറിയാം, കോൺഗ്രസ് വിട്ട് വേറെ അവിടെ ചെന്നാലും തനിക്ക് പഴയ VS അച്യുതാനന്ദൻ്റെ അവസ്ഥയാണ്, അതായത് ഫിഡൽ കാസ്ട്രോയുടെ അവസ്ഥയാണ്, അതായത് കറിവേപ്പിലയായി മാറും എന്നുള്ളത് കൃത്യമായി ശശി തരൂരിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്. BJP വലിയ സ്വപ്നം കണ്ടതാണ്. തിരുവനന്തപുരത്ത് ശശി തരൂർ BJP MP ആകുന്നു. ശശി തരൂരിൻ്റെ സഹായത്തോടു കൂടി രാജീവ് ചന്ദ്രശേഖരൻ MLA ആകുന്നു. രാജീവ് ചന്ദ്രശേഖരൻ ഒറ്റയ്ക്ക് നിയമസഭയിലെത്തുന്നു. ഒറ്റയ്ക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നു. എന്നിട്ട് ഒറ്റയ്ക്ക് പുള്ളി മുഖ്യമന്ത്രിയാകുന്നു.
ബാക്കിയുള്ള മന്ത്രിമാരൊന്നുമില്ല, എല്ലാ വകുപ്പുകളും പുള്ളി ഒറ്റയ്ക്ക് ഭരിക്കുന്നു, എന്നിട്ട് രാജ്യ ചരിത്രത്തിൽ ആദ്യമായി ഒരാൾ മാത്രം ജയിച്ചു വന്ന പാർട്ടി മുഖ്യമന്ത്രിയാകുന്നു എന്ന് ചിന്തിച്ചതാണ്. അപ്പോഴത്തേക്ക് നേരം വെളുത്തുപോയി. സ്വപ്നമായിരുന്നു പുള്ളി അന്നേരമാണ് ഓർക്കുന്നത്. ആ ദിവസമാണ് പുള്ളി നേരം വെളുത്തിട്ട് മറ്റേ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മെഷീനിൽ നിന്ന് മുഖം അടിച്ച് താഴെ വേണ്ടിയിട്ട് ഫോട്ടോ ഇട്ടത്. നോക്കൂ, അവർ കുറേ സ്വപ്നം കണ്ടു, CPM കുറേ സ്വപ്നം കണ്ടു. CPM ശശി തരൂർ ഇന്നലെ വരെ സുനന്ദ പുഷ്കറിനെ തട്ടിയത് പുള്ളിയാണെന്ന് പറഞ്ഞ് നടന്നവന്മാരൊക്കെ നിലപാടിന്റെ രാജകുമാരൻ, കറതീർന്ന രാഷ്ട്രീയക്കാരൻ എന്ന് പോസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ച്. അല്ല, പക്ഷേ ചില CPM അനുഭാവികൾ പറയുന്നത് ശശി തരൂരിനെ എടുക്കാൻ മാത്രം ഗതികേട് CPM ഇല്ല എന്നുള്ളതാണ്. ആരാ പറയുന്നത്? കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ കിട്ടാത്ത മുന്തിരിക്ക് ഭയങ്കര പുളിപ്പാ, കുറുക്കൻ ചാടി പിടിക്കും. എന്നിട്ട് പറയും പുളിപ്പ് കൂടുതൽ, അതുകൊണ്ട് വേണ്ടാന്ന് പറയും. പിടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. എടേ, CPM അല്ലേ ശശി തരൂരിനെ ജയിപ്പിച്ചവിടെ? പക്ഷേ CPM ആണ് ശശി തരൂരിനെ അവിടെ ജയിപ്പിച്ചവിടെ. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ ജയിപ്പിച്ചത് CPM ആ. അവിടെ CPIയുടെ തലമുതിർന്ന നേതാവ് പന്നൻ രവീന്ദ്രൻ പാവം പിടിച്ചവനെ കൊണ്ടുപോയി മത്സരിപ്പിച്ചു. അവിടെ ഒറ്റ CPM വോട്ട് ചെയ്തില്ല. കുറേ പേര് ശശി തരൂരിനെ വോട്ട് ചെയ്തു, കുറേ പേര് മറ്റേ ചോപ്പ് നരച്ചു വരുന്ന കാവ്യയെ കണ്ടുകൊണ്ട് അവിടെ വോട്ട് ചെയ്തു. രാജീവ് മുതലാളിയുടെ കാശ്. അതെ, പക്ഷേ ശശി തരൂരിന്റെ സ്വഭാവം, അല്ലെങ്കിൽ ശശി തരൂർ ഇപ്പോൾ ചെയ്യുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്നുകൊണ്ട് പാർട്ടി പ്രതിരോധത്തിലാക്കുന്ന ഒരുപാട് എഴുത്തുകളും ലേഖനങ്ങളും അദ്ദേഹം പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷെ അത് ഏത് പാർട്ടിയിൽ, ഇപ്പോൾ കോൺഗ്രസ് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ ഇത് കോൺഗ്രസിലല്ലാതെ വേറെ നടക്കില്ല. കാരണം കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. ഇപ്പൊ ഹർഷ നാളെ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്താൽ ഹർഷ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണ്. ഓക്കെ, പിറ്റേന്ന് ഗ്രൂപ്പിലിടുന്നു മറ്റേ ബൂത്ത് കമ്മിറ്റി, ഹർഷയുടെ ബൂത്ത് കമ്മിറ്റി. ഹർഷ പുതിയ ആളാണെന്ന് അവിടെ അഭിപ്രായം കേൾക്കാതിരിക്കും. ഹർഷക്ക് അഭിപ്രായം പറയാം, ആ പാർട്ടിയെ വിമർശിക്കാം. ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാത്. അവിടെ പിണറായി തമ്പുരാന്റെ കൽപ്പനകൾക്കോ മോദി തമ്പുരാന്റെയോ അല്ലെങ്കിൽ മറ്റേ നാഗ്പൂരിൽ നിന്ന് വരുന്ന വാറോലക്കെട്ടുകളുമായി ആരും പുഴ കടന്ന് വന്ന് വാറോല കൊടുത്തിട്ട് പോകുന്ന പരിപാടിയല്ല. ഇവിടെ അങ്ങനല്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ തമ്മിൽ തല്ല് ഗ്രൂപ്പ് പോരെന്നൊക്കെ പറയുന്നത്? അഭിപ്രായമുള്ളതുകൊണ്ടാ, അഭിപ്രായം പറയുന്നതുകൊണ്ടാ. മണ്ഡലം കമ്മിറ്റിയിലൊക്കെ അടിച്ചതാണ് തീരുമാനിക്കുന്നത്. അടിയല്ലാതെ ബാക്കിയെല്ലാം നടക്കും. അവസാനം അതിന്റെ യുക്തമായ തീരുമാനത്തിലേക്ക് എത്തും. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നല്ലതും കോൺഗ്രസ് പാർട്ടിയുടെ മോശവും. ശശി തരൂരിന് പാർട്ടി വിമർശിക്കാന്നേ, പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടി വിമർശിക്കും. സരിൻ പാർട്ടി വിട്ടുപോയി. സരിന് പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശിക്കാനും പാർട്ടിക്കുള്ളിൽ നിന്ന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഈ പാർട്ടിയിൽ. നമ്മൾ കണ്ടിട്ടില്ലേ, കെ സുധാകരനെ കുറ്റം പറഞ്ഞിട്ട് പിറ്റേന്ന് കാണുമ്പോൾ ഇവർ തോളത്ത് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർ രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും VD സതീശനും മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹമുള്ളവരാ. ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ കണ്ടല്ലോ, ലക്ഷ്യ ക്യാമ്പിൽ ഒരു 3 രൂപ ചിരിച്ച് തോളത്ത് കൈവിട്ട് നടക്കുന്ന കണ്ടില്ലേ? കണ്ടു. CPM ശൈലജ ടീച്ചറിന് മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? രാജീവിനുണ്ടാവില്ലേ? ബാലഗോപാലിനുണ്ടാവില്ലേ? പിന്നെ മുഹമ്മദ് റിയാസിനുണ്ടാവില്ലേ? എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇവർക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ? ഈ ആഗ്രഹം എവിടെയും ഒന്ന് പ്രകടിപ്പിക്കാൻ പറ്റുമോ? പിണറായി വിജയന്റെ തോളത്ത് കൈവെക്കാൻ പറ്റുമോ? കൈ കൊടുക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? അതാണ് ഈ പാർട്ടിയുടെ സൗമുകാര്യത. അങ്ങനെയൊക്കെ പറയില്ലേ മലയാളത്തിൽ, സൗന്ദര്യം എന്ന് പറയാൻ പറ്റുന്നതാണ്. ശശി തരൂർ എങ്ങും പോകില്ല. ആ മുന്തിരി കണ്ട ആരും പൊളിക്കുകയും വേണ്ട, അത് കോൺഗ്രസിന്റെ തന്നെയാണ്.